അഭിവന്ദ്യ സദസ്സിന് വന്ദനം. പരമോന്നത ബ്രഹ്മത്തിലേക്കുള്ള യാത്രയാണ് യോഗ പ്രദാനം ചെയ്യുന്നത്. ദിവ്യസ്നേഹ നിഗൂഢതയുടെ പര്യായമായി ഇത് നിർവചിക്കപ്പെട്ടിരിക്കുന്നു. യോഗയുടെ ആ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന പാടൂക്കാട് യോഗ ചൈതന്യ ഇന്ന് തിരുവമ്പാടി ഭഗവാന് മുന്നിൽ കാണിക്കയായി തിരുവാതിര അവതരിപ്പിക്കുകയാണ്. കലയുടെ ഈ പ്രസാദം നേദിക്കുന്നത് യോഗ ചൈതന്യ ഇൻസ്ട്രക്ടർ സുനിത പ്രസാദിന്റെ നേതൃത്വത്തിൽ രാധാരവി, വസന്ത രാംകുമാർ, ഡോക്ടർ അനിത വിജയകുമാർ, കിരൺ ദീപ സുരേഷ്, അനിത രാജേഷ്, സബിത സതീഷ്, ധനുഷ ശബരി, രേവതി ചന്ദ്രൻ, അപർണ ദേവ് എന്നിവരാണ്. കൃഷ്ണഭഗവാന് നിവേദ്യമായി അർപ്പിക്കാൻ കിട്ടിയ ഈ അമൂല്യ അവസരത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ആരംഭിക്കട്ടെ.
കളിച്ചിടണം സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം. നാം ഇന്നു ചിന്തിച്ചു പാർവതി റാണിയെ വന്ദിച്ചു വാഴ്ത്തി കളിച്ചിടണം സഭ വന്ദിച്ചു കുമ്മിയടിച്ചിടണം. ശങ്ക വെടിഞ്ഞു സഭ നടുവിൽ മംഗമാരി നിങ്ങൾ വന്നിടുവിൻ. ശങ്ക വെടിഞ്ഞു സഭ നടുവിൽ മംഗമാരി നിങ്ങൾ വന്നിടുവിൻ. കങ്കണജാലം ചെങ്കയിൽ താളം പിടിച്ചു നിരങ്കുശലീലം ഗുരുപാദ
ജ്യേഷ്ഠനങ്ങു നഷ്ടമെങ്കിൽ വാട്ടമെന്നേ ഞാനും പാട്ടിലാക്കാമെന്ന ചിന്ത വിട്ടുകളഞ്ഞാലും. ജ്യേഷ്ഠനങ്ങു നഷ്ടമെങ്കിൽ വാട്ടമെന്നേ ഞാനും പാട്ടിലാക്കാമെന്ന ചിന്ത വിട്ടുകളഞ്ഞാലും. ഉത്തമനീ വാർത്ത കേട്ടു പൊത്തി ചെവി രണ്ടും ഒത്ത പോലെ വന്നിടട്ടെ എത്തി വനത്തിങ്കൽ. ഉത്തമനീ വാർത്ത കേട്ടു പൊത്തി ചെവി രണ്ടും ഒത്ത പോലെ വന്നിടട്ടെ എത്തി വനത്തിങ്കൽ. ഉളവും ഒഴുക്കുമുള്ള കാളിന്തിയെ കടത്തുവാൻ കാളിയാം അവൾക്കു ചുറ്റും പേടിയുമില്ല. മത്സ്യഗന്ധം അവൾക്കേറ്റമുള്ളതു കാരണം പിന്നെ മത്സ്യഗന്ധി എന്ന പേരും പ്രസിദ്ധമായി. അങ്ങനെ വാഴുന്ന കാലം മാമുനി പരാശരനും മങ്ങിഴുന്നള്ളിനാൻ വഴി പോക്കനായിട്ട്. പേടമാൻ കൊടിയെ മിന്നൽ കൊടി പോലെ കണ്ട നേരം താടിക്കാരനയ്യോ തല കുലുക്കിപ്പോയി. ആരടി ഇന്നീ കടവിൽ തോണി കടത്തുന്നതെന്ന് പാരാതെ കേട്ടവൾ ചൊന്നാൻ അടിയനെന്ന്. നേരവും സന്ധ്യയടുത്തു വാരിയുത്തുകൊള്ളുവാനും നേരം നീക്കം വരും വേഗം കടത്തിടണം. വെള്ളത്തിലേറെ പേടിയുള്ളവനാവുന്നു ഞാനും പുള്ളിമാൻ കണ്ണാളെ നീയും ഞാനേ കേറാവൂ. ഇത്തരം പറഞ്ഞ മുനി തന്നെയും തോണിയിലേറ്റി സുന്ദരി വഞ്ചി നീക്കി തുഴഞ്ഞുപോയി. 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 മംഗളം